ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ടോട്ടലി ഉള്ള അവസ്ഥ പരിശോധിക്കുമ്പോൾ S&P 500 ആൻഡ് നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നെഗറ്റീവിലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ 3.29 പോയിന്റ്സ്. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഡോ ജോൺസ് നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് നമുക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും FTSE, CAC, DAX അതിപ്പം ഒരു മിക്സഡ് സിഗ്നൽസ് തരുന്നു. അപ്പോൾ ചില മാർക്കറ്റ്സുകൾ എന്താ പറയുക, വലിയ ഒരു പെർഫോമൻസ് ചെയ്തിട്ടില്ലെങ്കിലും ഭേദപ്പെട്ട ഒരു ക്ലോസിങ് യൂറോപ്യൻ മാർക്കറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോഴത്തേക്കും നിഫ്റ്റി നിലവിൽ 140 പോയിന്റ് അപ്സൈഡ് ആണ്. സോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലേക്കായിരിക്കാം ഇന്ത്യൻ മാർക്കറ്റ്സ് പോകുന്നതെന്ന് നമുക്ക് തോന്നുന്നു. നിക്കി 869 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ്. സ്ട്രേറ്റ് ടൈംസ് 32 പോയിന്റ്സ്. ഹാങ്സങ് 285 പോയിന്റ്സ് അപ്പ് സൈഡാണ്. തായ്വാൻ വെയ്റ്റഡ് 644 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ്. 1% തായ്വാൻ വെയ്റ്റഡ് ഡൗൺ സൈഡിൽ ട്രേഡ് ചെയ്യുകയാണ്. കോസ്പി 3.34% ഡൗൺ സൈഡിൽ ട്രേഡ് ചെയ്യുകയാണ്. അപ്പം ഏഷ്യൻ മാർക്കറ്റ്സിലും തുടരെ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ഏഷ്യൻ മാർക്കറ്റ്സിലല്ല, ഒരു മിക്സഡ് സിഗ്നൽസ് തരുന്ന മാർക്കറ്റാണ് ഏഷ്യൻ മാർക്കറ്റ്സും കാണിക്കുന്നത്. എന്തായാലും നിഫ്റ്റി അപ്സൈഡിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മേ ബി നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ സാധ്യതയുണ്ട്. 100 പോയിന്റ്സ് അപ്സൈഡെങ്കിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ പോസിബിലിറ്റി നമുക്കിവിടെ കാണാം നിലവിലെ അവസ്ഥയിൽ. അത് മാറാം ഇനിയും. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിലെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ 1 ഡേ ചാർട്ടാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഇന്നലെ ലെവൽസ് ഒന്നും ചേഞ്ച് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കണ്ടില്ലേ, ഒരു കൺസോൾട്ടേഷൻ, ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് തന്നെയാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഉണ്ടായിരുന്നത്. ഒരു ചെറിയ ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മാർക്കറ്റ് പ്ലേ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 150 മിനിറ്റ്സ് ചാർട്ട് എടുത്ത് നോക്കി. 50 മിനിറ്റ്സ് ചാർട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടുകാരണം ഒരു ചെറിയ ട്രെൻഡ് ലൈൻ നമ്മളിവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈനിൻ്റെ എബോവ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നു. സോ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഏരിയയ്ക്ക് ശേഷം മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റേഞ്ച് മാർക്കറ്റ് പ്ലേ ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട സോൺ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്ത് കയറുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് മാർക്കറ്റ് ഈ 24,150 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്ത് കയറുമോ 24,257 ഇതായിരിക്കും ഒരു ലിക്വിഡിറ്റി സോണായിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്യുക. ഈ ഒരു ഏരിയയ്ക്ക് എബോ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുകളിൽ വരച്ച സോണിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം എന്തുകൊണ്ട് ഞാൻ ഇന്നലെ ലെവൽസ് ഒന്നും മാറ്റിയിട്ടില്ല, ഞാൻ അതേ ലെവൽസ് എല്ലാം അതേപോലെ കീപ്പ് ചെയ്തു എന്ന് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വന്നായിരിക്കും. കാര്യം പ്രത്യേകിച്ച് ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ്. അപ്പോൾ ആ 2 സോണിൻ്റെ എബോ മാർക്കറ്റ് ട്രേഡ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ലെവൽസിലേക്ക് മാർക്കറ്റിനെ കാണാനോ സമീപിക്കാനോ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇതേ ലെവൽസ് കീപ്പ് ചെയ്യാം. മാർക്കറ്റിന്റെ താഴത്തെ ഡിമാൻഡ് സോൺസ് ആണ് 23,655, 23,560 ആൻഡ് 23,370 റേഞ്ചസ് നമുക്ക് അതേപോലെ കീപ്പ് ചെയ്യാം. സെല്ലിംഗ് സോൺസ് ആയിട്ട് 24,250, 24,490 ആൻഡ് 24,590. അപ്പോൾ ഈ റേഞ്ച് ഏരിയയ്ക്ക് മുകളിൽ പോയാൽ മാത്രമേ പുതിയ റേഞ്ചുകൾ ഞാൻ പഠിക്കാനായിട്ട് ഞാൻ ശ്രമിക്കത്തുള്ളൂ. നിലവിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ് എന്ന് പറയാൻ കാര്യം എന്താണ്, മാർക്കറ്റ് ഈ ഒരു സോണിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഒരു സോണിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യും. അപ്പോൾ ഇതിന്റെ എബോ അല്ലെങ്കിൽ ബിലോ ബ്രേക്ക് ചെയ്യുന്നവരേക്ക് നമ്മൾ കൂടുതൽ വലിയ ലെവൽസ് ഒന്നും വരച്ചിട്ടിട്ട് കാര്യമില്ല. മാർക്കറ്റ് ഈ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നിന്ന് അപ്സൈഡോ ഡൗൺ സൈഡോ വരട്ടെ, അതിനുശേഷം നമുക്ക് ലെവൽസ് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്സ് ഫോക്കസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് റിസൾട്ടുകൾ സീസൺ ആയിട്ടുണ്ട്. ബിസിനസ് അപ്ഡേറ്റുകളെല്ലാം വരുന്നുണ്ട് ക്വാർട്ടർലി. അപ്പോൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ Q1 വരുമ്പോൾ ടോട്ടൽ ബിസിനസ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 2.31 lakh crore നിന്ന് 2.67 lakh crore ടോട്ടൽ ബിസിനസ് വളർന്നിട്ടുണ്ട്. ടോട്ടൽ ഡെപ്പോസിറ്റ് 1.31 lakh crore നിന്ന് 1.47 lakh crore പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് മൂവ്മെന്റ് ഉണ്ട്. അത്യാവശ്യം പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഇന്ത്യൻ ബാങ്കിന്റെ ടോട്ടൽ ബിസിനസ് ജമ്പ് ചെയ്തതായിട്ട് ന്യൂസ് ഉണ്ട്. ഇത് ഞാൻ ട്രേഡ് പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ബാങ്ക് ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് ഗ്രോസും ടോട്ടൽ ഡെപ്പോസിറ്റും ഗ്രോ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനും അഡ്വാൻസ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ഡെപ്പോസിറ്റ്സും സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട് മെർച്ചന്റൈൽ ബാങ്ക് ഇത് ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് കേട്ടോ. തമിഴ്നാട് മെർച്ചന്റൈൽ ബാങ്ക് ഞാൻ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് വാങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഡെപ്പോസിറ്റ് ഗ്രോ ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് സർജസ് ഉണ്ട്, ടോട്ടൽ ബിസിനസിനും ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, ധനലക്ഷ്മി ബാങ്കിന്റെ ആണെങ്കിൽ ഇതും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഡിമാൻഡ് ഏരിയയിൽ നിന്ന് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ടോട്ടൽ ബിസിനസ് ഇൻക്രീസസ് 17.1% ടു 19,403 crores. അഡ്വാൻസ് ഗ്രോ ചെയ്യുന്നുണ്ട്, ടോട്ടൽ ബിസിനസ് ഗ്രോ ചെയ്യുന്നുണ്ട്. ശേഷം ഏഷ്യാന ഹൗസിംഗിന്റെ ആണെങ്കിൽ വാല്യൂ ഓഫ് ഏരിയ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ഏരിയ ബുക്ക്ഡ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. സായി സിൽക്സ് റവന്യൂ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി ആയ 13,000 square feet ഓഫ് റീറ്റെയിൽ സ്പേസ് ഓപ്പണിംഗ് ഓഫ് 2 new stores ഇൻ കർണാടക. ഓക്കെ, പിന്നെ V2 റീറ്റെയിലിനെ ആണെങ്കിൽ സ്റ്റാൻഡ് അലോൺ റവന്യൂ സർജ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്.
ഓക്കെ. പിന്നെ മന്ത്ലി ബിസിനസ് അപ്ഡേറ്റ് ആണെങ്കിൽ ഫോഴ്സ് മോട്ടോഴ്സ് ഇന്നലെ ഒരുപാട് കമ്പനികളുടെ മന്ത്ലി ബിസിനസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സിന്റെ ടോട്ടൽ സെയിൽസ് ഗ്രോ ചെയ്തിട്ടുണ്ട്, ഡൊമസ്റ്റിക് സെയിലും ജമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. NMDCയുടെ അയൺ ഓർ പ്രൊഡക്ഷൻ സൂം ചെയ്തിട്ടുണ്ട് ആൻഡ് അയൺ ഓർ സെയിൽസും ഗ്രോ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റീൽ ബേസ്ഡ് കമ്പനികൾക്കെല്ലാം ഒരു ബാഡ് ഫേസിലോട്ട് കടന്നു പോകുന്നത്, അതായത് ടെക്നിക്കലി ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം അതിന്റെ അനുസരിച്ചായിരിക്കണം പ്ലാൻ ചെയ്യാനായിട്ട്. പിന്നെ ഹീറോ മോട്ടോ കോപ്പ് എന്ന് പറയുന്നത് ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്ലോബൽ പാർട്ട് സെന്ററിന്റെ ഭാഗമായിട്ട് സെക്കൻഡ് പാർട്ട് സെന്റർ തിരുപ്പതിയിൽ ആന്ധ്രാപ്രദേശിൽ തുടങ്ങിയിട്ടുണ്ട്. 750 കോടിയോളം ഇൻവെസ്റ്റ്മെന്റ്സ്, അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആന്ധ്രാപ്രദേശിലെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ് 3200 കോടിയോളം വർദ്ധിക്കുകയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ന്യൂസസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ കോൾ ഇന്ത്യക്ക് ഒരു പുതിയ ലെറ്റർ ഓഫ് അവാർഡ് വന്നിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. 2381 കോടിയുടെയാണ്. ഒരു 600 മെഗാവോൾട്ട് സോളാർ പ്ലാന്റ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ന്യൂസസ് നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട സ്റ്റോക്സ് എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ഇപ്പോൾ ഇന്ത്യൻ ബാങ്ക് ഒന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ബാങ്ക് ഞാൻ എന്തുകൊണ്ട് വാങ്ങി എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു തരാം. റിസ്കി ബൈയിങ് ആണ്, കുഴപ്പമില്ല, നമുക്കൊന്ന് നോക്കാം. ഇതൊന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്, ഇതിന്റെ പേഴ്സണൽ ട്രേഡ്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്നാണ് വാങ്ങിയത്. 820, 800 റേഞ്ചിൽ നിന്ന് വാങ്ങി. പിന്നെ 860 റേഞ്ചിൽ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം 820 റേഞ്ചിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഹോൾഡ് ചെയ്യുകയാണ്, കുറച്ച് ആഴ്ചകൾ 2 or 3 വീക്സ് ഹോൾഡ് ചെയ്താലോ എന്ന് ആലോചിച്ച് വാങ്ങിയതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഞാൻ വാങ്ങുന്നത്. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇതിനായിരിക്കും ഞാൻ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ബാങ്ക് നമ്മളൊന്ന് പരിശോധിച്ചെന്നേ ഉള്ളൂ, റിസൾട്ട് ബേസ്ഡ് അത്യാവശ്യം നല്ലതായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, റിസ്കി ട്രേഡ്സ് ആണ് അതൊക്കെ. പിന്നെ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്സ് പരിശോധിക്കണമെന്ന് ചോദിച്ചാൽ വേറെ സ്റ്റോക്സ് പഠിക്കുകയാണെങ്കിൽ എയറോഫ്ലക്സ് അത്യാവശ്യം ഞാൻ ലോവർ ലെവലിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഫ്ലക്ച്വേഷൻ ആയിട്ട്. അപ്പോൾ എയറോഫ്ലക്സ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈമെക്സ് ഇന്നലെ ഒരു സെല്ലിംഗ് നടന്നു, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ആൻഡ് NDR ഓട്ടോ ഞാൻ ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ക്വാണ്ടിറ്റി വാങ്ങിയത് 860 റേഞ്ചാണ്, സെക്കൻഡ് ക്വാണ്ടിറ്റി 820, 830 റേഞ്ചിൽ വാങ്ങിയിട്ടുണ്ട്. NDR ഓട്ടോ ഞാൻ നല്ലൊരു മൂവ്മെന്റ് പ്രതീക്ഷിച്ച് ഞാൻ വാങ്ങി ഹോൾഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്റ്റോക്സ്. അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ATGയിൽ ഞാൻ വാങ്ങിയ കാര്യം നമ്മൾ വാട്സാപ്പ് ചാനലിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും അത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ വാട്സാപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2 ചാനലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അതിന് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എൻ്റെ ID ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിയുന്ന പോലെയൊക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, സോ താങ്ക് യു.